ഹായ് ഹലോ അസ്സലാമലൈക്കും ഹവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൂപ്പർ ടേസ്റ്റുള്ള ഒരു അവൽ വിളയിച്ചതാണ്. പിന്നെ 4 മണി ചായക്കൊപ്പം കഴിക്കാനും ഗസ്റ്റ് വരുമ്പോഴേക്ക് കൊടുക്കാനും പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു അവൽ വിളയിച്ചതാണ്. അവൽ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ ഇഷ്ടമാവും. ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇതിൽ നട്ട്സും കപ്പലണ്ടിയും ഇതെല്ലാം ഇടണോണ്ട് അതൊക്കെ കഴിക്കാനായിട്ടാണെങ്കിലും കുട്ടികൾ കഴിച്ചോളൂ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള അവൽ വിളയിച്ചതാണ്. പിന്നെ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് അവലും ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കിയാലും സ്റ്റോർ ചെയ്താണെങ്കിലും 2 ആഴ്ചയൊക്കെ കേടുകൂടാതെ ഇരിക്കും. ഒരു ടിന്നിലാക്കി വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ വെച്ചാലും കേടാവില്ല. പിന്നെ ഒരു കടായി ഞാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് അത് ചൂടാകുമ്പോൾ അവലിട്ട് കൊടുക്കണം. 1/2 കിലോ അവലാണ് എടുത്തേക്കുന്നത്. മട്ട അവലാണ്, മറ്റേ വെള്ള അവലല്ല. വെള്ള അവലാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകാനും നല്ല ഒരു ഇത് ക്രിസ്പി ആയി കിട്ടാനൊക്കെ ഈ അവലാണ് നല്ലത്, മട്ട അവൽ. ഇതൊന്ന് നല്ലോണം വറുത്തെടുക്കണം. പിന്നെ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ചട്ടി ചൂടാകുമ്പോൾ തന്നെ ഇതിട്ട് വറുത്തെടുത്താൽ മതി. ഇതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പം പൊടിഞ്ഞ് വരും. അതാണ് ഇതിൻ്റെ പരുവം. ആ സമയമാകുമ്പോൾ ഇത് ഇറക്കി വെക്കണം. അതിനുശേഷം ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനൊരു 1/2 കിലോ ശർക്കര എടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അത് ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതൊക്കെ പോകാൻ വേണ്ടിയാണ് ശർക്കര ഉരുക്കിയെടുക്കുന്നത്. എന്നിട്ട് അരിച്ചെടുക്കണം. പിന്നെ അതേപോലെ ആ കടായി തന്നെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത്. തേങ്ങ അധികം ഇട്ടാലും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ അതുകൊണ്ട് തേങ്ങ പിന്നെ ഒരു തേങ്ങയോ 1.5 തേങ്ങയൊക്കെ എടുത്താലും കുഴപ്പമില്ല. ഒരു തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ വെള്ളമഴ ഒന്ന് പോയാൽ മതി, അല്ലാണ്ട് കളറൊന്നും മാറി വരണ്ട. അതേപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. പിന്നെ വെള്ളമഴയൊക്കെ പോയി വരുമ്പോൾ അതിലേക്ക് ശർക്കര ഉരുക്കിയതൊന്ന് അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം ഈ സമയത്ത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ തേങ്ങയും ഈ ശർക്കരയും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് മധുരത്തിന് ആവശ്യമുള്ളത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്തോരം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ മധുരം നോക്കിയിട്ട്, ചിലവർക്ക് മധുരം കുറവ് മതിയെങ്കിൽ കുറച്ച് ശർക്കര പാനി ഒഴിച്ചാൽ മതി. അല്ലാത്തവർക്ക് ഇച്ചിരി അധികം ശർക്കര പാനി ഒഴിക്കാം. അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരണം. ഈ ശർക്കരപ്പാനിയും ഈ തേങ്ങയും കൂടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണം ഈ അവലിട്ട് കൊടുക്കാനായിട്ട്. ഈ വറുത്ത് വെച്ച അവൽ ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ അവലും ഈ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ കമൻറ്റും ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞു തരണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ ഈ പിന്നെ അവലിലേക്ക് പിടിച്ചിട്ടുണ്ട്. ശർക്കരയും തേങ്ങയൊക്കെ നല്ലതുപോലെ പിടിച്ച് നല്ല മുരിഞ്ഞ് നല്ല ഇതിൽ ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ. പിന്നെ ഈ സമയത്ത് ഇതിന് ഇറക്കി വെക്കാം. അതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യിൽ ചെയ്യുമ്പോൾ നല്ല ഇച്ചിരി ടേസ്റ്റ് കൂടും. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്താൽ മതി കേട്ടോ. നെയ്യാണെങ്കിൽ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അത് നെയ്യ് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാനാണ്. നട്ട്സ്, പിന്നെ കപ്പലണ്ടി. ഇത് തൊലിയുള്ള കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. തൊലിയില്ലാത്ത കപ്പലണ്ടിയാലും മതി. ഇതെല്ലാം കൂടെ ഇത് പച്ചക്കപ്പലണ്ടിയാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ എണ്ണയിലിട്ട് തന്നെ, ഈ നെയ്യിലിട്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് കൊത്താണ് തേങ്ങ പിന്നെ പീസാക്കി എടുത്ത് ചെറിയ പീസാക്കി എടുത്തത് അതും ഈ നെയ്യിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ കളർ മാറി വരണം തേങ്ങയുടെ. അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതും പിന്നെ കളർ മാറി വരുമ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം പൊട്ടുകടല പിന്നെ അതും പിന്നെ ഒരു 50 ഗ്രാം പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും ഈ അവൽ വിളയിച്ചത് കഴിക്കുമ്പോൾ. പിന്നെ പൊട്ടുകടലയൊക്കെ അധികം ഇട്ടാൽ അത്രയും നല്ലതായിരിക്കും. കപ്പലണ്ടി പൊട്ടുകടലയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ അതിലേക്ക്
പിന്നെ കശുവണ്ടിയാണ്, അത് കുറച്ച് കശുവണ്ടിയാണ് ഇട്ടേക്കണത്. അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ മുന്തിരി ഉണ്ടെങ്കിൽ അതും ഇടാം. മുന്തിരിയും ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കണം. അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ എള്ളാണ്, കറുത്ത എള്ള്. പിന്നെ അതൊരു 2 ടീസ്പൂൺ പിന്നെ എള്ളിട്ട് കൊടുക്കണം. എള്ളൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എള്ള് ഈ നെയ്യിൽ കിടന്ന് നല്ല മൂത്ത് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമായിരിക്കും. ഇതെല്ലാം കൂടെ ഇതിലേക്ക് മിക്സിൽ ഈ അവലിലേക്ക് ഈ മിക്സ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. ആ നെയ്യും കൂടെ കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതെല്ലാം വറുത്ത് മാറ്റി വെച്ചതുണ്ടല്ലോ, കപ്പലണ്ടിയും തേങ്ങയും പൊട്ടുകടലയൊക്കെ, അതും കൂടെ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇപ്പോൾ ഫ്ലെയിമൊന്നും പിന്നെ ഓൺ ചെയ്യണ്ട, നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് പിന്നെ ചെയ്താൽ മതി. തീ ഒന്നും കത്തിക്കണ്ട, അല്ലാതെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ്. പിന്നെ അതും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ പഞ്ചസാര ഇല്ലാതെ ഏലക്ക പൊടിക്കണമെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു പഞ്ചസാര ഇതും കൂടെ ആയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു അവൽ വിളയിച്ചതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ കപ്പലണ്ടിയും പിന്നെ തേങ്ങാക്കൊത്തും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അതും കടിക്കാൻ കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു അവൽ വിളയിച്ചതാണ്. 4 മണി ചായക്കൊപ്പോ പിന്നെ ഒക്കെ കഴിക്കാനോ നമുക്ക് ഇടയ്ക്കൊക്കെ വേണമെങ്കിലും കഴിക്കാനോ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.